നരേന്ദ്രമോദിയും RSS തമ്മിലുള്ള ഈ ഭിന്നത അത് ആരുടെ പതനത്തിലേക്ക് എത്തിക്കും എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്കറിയാം 2014 BJP അധികാരത്തിൽ വരുന്ന സമയത്ത് ആ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ വെച്ച് RSS ഇന്ത്യയിലെ പ്രധാന മാധ്യമ പ്രവർത്തകരുടെ മുഴുവൻ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ ടി വിത്ത് മോഹൻ ഭഗവത് എന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. മോഹൻ ഭഗവതുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് ഒരുമിച്ചിരിക്കാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനും അവസരങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്? കാരണം 2012 വരെ വളരെ ബാഡ് ഇമേജ് ഉള്ള ഇന്ത്യയിൽ നിന്ന് US പോകുന്നതിന് വിസ നിഷേധിക്കപ്പെട്ട ഒരു വളരെ കുപ്രസിദ്ധിയുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. അങ്ങനെ ഒരാളെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, നരേന്ദ്രമോദിയോളം RSS ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നമുക്ക് വെക്കാനില്ല എന്നുള്ളത്. 2014 നമ്മൾ അധികാരം പിടിച്ചില്ലെങ്കിൽ വരുന്നൊരു 100 വർഷത്തേക്ക് ഇന്ത്യയിൽ നമുക്ക് അധികാരം ലഭിക്കില്ലെന്നും 2014 നമുക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞാൽ വരുന്ന 25 വർഷത്തേക്ക് ഇന്ത്യയിൽ വേറൊരു പാർട്ടിയിലേക്കും അധികാരം പോകില്ല എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞ ശേഷം ഇന്ന് 10 വർഷത്തെ ഭരണം പൂർത്തിയായി അടുത്ത 15ാം വർഷത്തിലേക്കുള്ള ഭരണത്തിലാണ് ഇപ്പോൾ RSS ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ RSS കണക്കൂട്ടിയതിനപ്പുറം തങ്ങൾ പാലുകൊടുത്ത് വളർത്തിയ നരേന്ദ്രമോദി എന്ന സ്വയം സേവകനായിട്ടുള്ള RSSകാരനായിട്ടുള്ള BJPയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തങ്ങളുടെ പിടിക്കിനപ്പുറത്തേക്ക് പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം RSS കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കൽ യഥാർത്ഥത്തിൽ RSSും നരേന്ദ്രമോദിയും തമ്മിലുള്ള വിള്ളലിലേക്ക്, അത് കുറച്ചും കൂടി ഡീപ്പായി RSSും BJPയും തമ്മിലുള്ള വിള്ളലിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം BJPയുടെ ദേശീയ അധ്യക്ഷൻ നദ്ദ അയാൾ പറഞ്ഞത്, RSSന്റെ സഹായമില്ലാതെ BJPക്ക് നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള BJPയുടെ ലീഡർഷിപ്പിലുള്ളവർക്ക് നരേന്ദ്രമോദിയുടെ കോക്കസിന് അല്ലെങ്കിൽ സവർക്രിസ്റ്റുകൾ എന്ന് നമുക്ക് പറയാം. ഇന്നിപ്പോൾ RSSൽ 2 ധാരകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഗോൾവാൾക്കറിസ്റ്റുകളും ഒന്ന് സവർക്കറിസ്റ്റുകളും. ഗോൾവാൾക്കർ ധാര തുടരുന്ന ആളുകളാണ് RSSന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഗോൾവാൾക്കറുടെ ധാര തുടരുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി കൾച്ചറലായി ഇന്ത്യയെ അധീശപ്പെടുത്തണം, കീഴ്പ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന, ഒരു ദീർഘകാലത്തേക്ക് ഇന്ത്യയിൽ അധികാരം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഗോൾവാൾക്കറിസ്റ്റുകൾ. സവർക്രിസ്റ്റ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഉൾപ്പെടുന്ന, അമിത്ഷാ ഉൾപ്പെടുന്ന ഒരു പുതിയ വിഭാഗം. ഈ ഗോൾവാൾക്കറിസ്റ്റ് ധാരയിൽ BJPയെ പ്രതിനിധാനം ചെയ്യുന്നത് നിതിൻ ഗഡ്കരിയും ദേവേന്ദ്ര ഫഡ്നാവിസും ഒക്കെയാണ്. സവർക്കർ ധാര എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടുന്ന ഗുജറാത്ത് ലോബിയും അവർക്ക് ബാക്കപ്പ് ചെയ്യുന്ന അദാനി അംബാനി ടീമും എല്ലാം വരും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദികളിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയുടെ പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഗോൾവാൾക്കറിനെ പറ്റി ഏറ്റവും വലിയ RSS സ്ഥാപകന്റെ ജന്മദിനവും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ നരേന്ദ്രമോദി അതിലൊന്നും ആഘോഷിക്കാറില്ല. അതിന് കാരണം അദ്ദേഹം സവർക്കർ താല്പര്യക്കാരനാണ്. കുറച്ചും കൂടെ അക്രമോത്സുകമായ വംശീയ കലാപങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ അധികാരം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിനർത്ഥം RSS കലാപം നടത്തി ഇന്ത്യയിൽ അധികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല. RSS കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക്കലി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. BJPയിലൂടെ തന്നെ ഇന്ത്യയിൽ തങ്ങൾക്ക് അധികാരം വേണമെന്നൊന്നും RSS താല്പര്യമൊന്നുമില്ല. പക്ഷെ തങ്ങളുടെ മേധാവിത്വവും തങ്ങളുടെ ആശയങ്ങളും ഇന്ത്യയിൽ നടപ്പിലായാൽ മതി. പക്ഷെ ഈ ഒരു ആദ്യത്തെ കുറെ നാളുകൾ വളരെ നന്നായിട്ട് കെമിസ്ട്രി മുന്നോട്ട് പോയെങ്കിലും കഴിഞ്ഞ 9 വർഷമായിട്ട് നരേന്ദ്രമോദിയും മോഹൻ ഭഗവതും തമ്മിൽ ഔദ്യോഗിക കൂടിക്കാഴ്ചകളൊന്നും നാഗ്പൂർ ആസ്ഥാനത്ത് നടന്നിട്ടില്ല. അതായത് RSSന്റെയും BJPയുടെയും പ്രവർത്തകരുടെയും ആ ഒരു വിള്ളൽ പ്രാദേശികമായിട്ടുണ്ട്. കാരണം ഇപ്രാവശ്യം 2024 തെരഞ്ഞെടുപ്പിൽ RSSന്റെ പ്രവർത്തകർ സജീവമായിട്ട് ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇറങ്ങിയിട്ടില്ല, പ്രാദേശികമായിട്ട് പോലും. കാരണം അവരുടെ ഇടയിൽ വലിയൊരു അവഗണന നേരിടുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട്. ഒപ്പം ശാഖകൾ വളരെയധികം സജീവമല്ലാത്ത സാഹചര്യം, കണക്കുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും ശാഖകൾ BJP വളരുകയും RSS ശാഖകൾ കുറയുകയും ചെയ്യുന്ന
സ്വാഭാവിക ഒരു സാഹചര്യം കൂടിയാണ്. കാരണം തങ്ങൾ എന്താണ് ഉദ്ദേശം വെച്ചത് അത് ഇന്ത്യയിൽ ഏകദേശം നടപ്പിലായി തുടങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പിന്നെ ഇനി എന്ത് എന്നുള്ള ചോദ്യം. ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ വന്നല്ലോ. രാമക്ഷേത്രം എന്ന സ്ഥാനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ അവരൊരു വീക്കായ ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ BJP ഭരിച്ച 10 വർഷത്തിൽ ഏറ്റവും അവസാനത്തെ കുറച്ച് വർഷങ്ങളിൽ മോഹൻ ഭഗവത് വളരെ ക്ലിയർ ആയിട്ട് മോദിക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ മോദിക്ക് ഈ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന പവർ അതീശത്വം കൊണ്ട് പല സ്റ്റേറ്റ്മെന്റും വളരെ പ്രസക്തമല്ലാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് ലോക്ക്ഡൌണിന്റെ സമയത്ത് മോഡി ഗവൺമെന്റ് ഗാർഡ് താഴെ വെച്ചു എന്നൊരു പ്രയോഗം RS നടത്തിയിരുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ട് നടത്തിയത് ഒരു സ്വയം സേവകൻ അരഗന്റ് ആവാൻ പാടില്ല. ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം മോഡിയെ പച്ചക്ക് അഹങ്കാരി എന്ന് വിളിച്ചുകൊണ്ടുള്ള മോഹൻ ഭഗവതിന്റെ പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് നദ്ദയുടെ പ്രസ്താവന വന്നത് തങ്ങൾക്ക് RSന്റെ സഹായം ആവശ്യമില്ലാന്ന്. എന്നാൽ ഇതൊരു ഡീപ്പ് റൂട്ടഡ് ആയ വിള്ളലിലേക്ക് സ്വാഭാവികമായിട്ടും പോയിട്ടുണ്ട്. അതിനൊരു ധാരണകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഐഡിയോളജിക്കലായ റീസൺ സവർക്കർ പക്ഷവാദവുമായും ഗോൾവാൾക്കർ പക്ഷവാദവുമായും മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് പൊളിറ്റിക്കലായ റീസൺ എന്ന് പറയുന്നത് നരേന്ദ്രമോദി വളരെ ഏകാധിപത്യ സ്റ്റൈലിൽ പെരുമാറുന്ന ഒരാളാണ്. അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടത്. ഗുജറാത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വളരെ ഏകാധിപത്യ ഭാഗത്തോടെ ഭരിക്കുന്ന ഒരു കൾച്ചറുള്ള ഒരാളാണ് അദ്ദേഹം. RSനെ സംബന്ധിച്ച് RSSൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല. അവർക്ക് വേണ്ടത് ഈ നാട് മുഴുവൻ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കണം. ഇപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് RSS പട്ടേലിനെ സ്നേഹിക്കുന്നത് എന്ന് വെച്ചാൽ RSS നിരോധനത്തിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു പട്ടേൽ. അപ്പൊ അങ്ങനത്തേക്ക് കുറെ റീസൺ അവരെ ഏത് വിഭാഗത്തിലെ ആളുകളെയും സംശീകരിച്ച് തങ്ങളുടെ കൂടെ നിർത്താനും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അതിലൂടെ തങ്ങളുടെ ഐഡിയോളജി നടപ്പിലാക്കാൻ ആഗ്രഹിക്കണം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ, അങ്ങനെ പറയുമ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പുതിയ ഒരു ഭാവം, ആ ഭാവത്തിനേറ്റ തിരിച്ചടിക്ക് RSS പണിയെടുത്തിട്ടുണ്ട്. കാരണം RSSന് മോദി അല്ലാത്ത ഒരാൾ വരുന്നതിൽ താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരി. യഥാർത്ഥത്തിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അതിലെ മോദി ഉയർത്തിയ അയോധ്യവാദം തകർന്നു, മോദിയുടെ ഗ്യാരണ്ടി എന്ന വാദം തകർന്നു. ഒപ്പം മോദി മത്സരിച്ച വാരണാസിയിൽ 3.5 ലക്ഷത്തോളം വോട്ടർമാർ മാറ്റിക്കുത്തി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ധാർമ്മികതയുള്ള, രാഷ്ട്രീയ ധാർമ്മികതയുള്ള ഒരാള് പിന്നീട് പ്രധാനമന്ത്രിയായിട്ട് നിൽക്കില്ല. മാത്രമല്ല BJPക്ക് ഒറ്റകക്ഷിയായിട്ട് അല്ലെങ്കിൽ ഒറ്റക്ക് ഭരിക്കാവുന്ന സീറ്റും കിട്ടിയിട്ടില്ല. 500 സീറ്റ് പറഞ്ഞെങ്കിലും 250 ഒതുങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറുമായിരുന്നു. ആ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞത് മോദി 2024 പ്രധാനമന്ത്രി ആയിരിക്കില്ല എന്ന്. പക്ഷെ മോദി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏകാധിപതിക്ക് തനിക്ക് അധികാരമില്ലാതെ അധികാരം ദുഷിപ്പിക്കും, കൂടുതൽ ദുഷിപ്പിക്കുമെന്നാണ്. ആ തലത്തില് മോദി ശരിക്കും അധികാരം പൂർണ്ണമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്റെ ഡിക്ലൈൻ അനുവദിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് തിയറിയിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെല്ലാം ഗ്രോത്തിന്റെ സ്റ്റേജ് ഉണ്ട്, മെച്യൂരിറ്റിയുടെ സ്റ്റേജ് ഉണ്ട്, ഡിക്ലൈൻ്റെ സ്റ്റേജ് ഉണ്ട്, ഡെത്തിന്റെ സ്റ്റേജ് ഉണ്ട്. BJPയെയും RSSനെയും ഒക്കെ സംബന്ധിച്ച് നോക്കിയാൽ RSS ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലാണുള്ളത്, ഏറ്റവും അധികാരത്തിന്റെ മാക്സിമത്തിലുള്ള കാലഘട്ടം. മോദി ആ ഒരു കാലഘട്ടത്തിൽ തന്നെ. പക്ഷേ 2024 തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ മോദി തന്റെ ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് അദ്ദേഹം ഔദ്യോഗികമായി അംഗീകരിക്കില്ലെങ്കിൽ പോലും ചരിത്ര വിശകലനം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സാഹചര്യങ്ങളെ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. കാരണം ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഡിക്ലൈൻ എത്ര കാലം നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു 10-15 വർഷത്തേക്ക് കൂടി RSSന്റെ ഈ അധികാരം നിന്നേക്കാം. സ്വാഭാവികമായിട്ടും 10-15 വർഷം കൂടി നിന്നേക്കാം. അങ്ങനെ നിന്നാൽ പോലും എന്തായാലും ഒരു ഫൈനൽ ഡിക്ലൈനിലേക്ക് അല്ലെങ്കിൽ ഡെത്തിലേക്ക് സംഘപരിവാര പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ മാറാൻ പോവുകയാണ് എന്നുള്ള ഒരു വസ്തുത കൊണ്ട് അതിൻ്റെ കൂടി മോദിയും സ്വാഭാവികമായിട്ട് ഇല്ലാതാവും. ഒരുപക്ഷെ ഇതിനു ശേഷം പുതിയൊരു പ്രധാനമന്ത്രി മുഖത്തേക്ക് RS ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഇന്ത്യയിൽ അവര് കാലങ്ങളായിട്ട് എടുത്ത വർക്കിന്റെ ഒരു പീക്ക് അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ആ പീക്ക് അവസ്ഥയിൽ ഇനി ചെറിയൊരു ഗ്രോത്ത് വെച്ച് ഇനി ഒരു ഡൗൺ എന്തായാലും ഉണ്ടാവും. ഇനിയും എന്തായാലും ഒരു 10-15 വർഷം കൂടിയൊക്കെ വീണ്ടും നിലനിന്നേക്കാം. എന്നാൽ പോലും അതിനുശേഷം ഒരു അവസാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കോൺഗ്രസ് വരുന്ന
കാലഘട്ടത്തിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ എന്തായാലും ഭരണം കിട്ടും എന്നുള്ള ഒരു ഈ ഗവൺമെന്റ് അടിച്ചിടാൻ പറ്റും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അത് ഒരു പ്രതിപക്ഷത്തിന്റെ ഡിപ്ലോമസിയും തന്ത്രങ്ങളും അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള മേധാവിത്വം ഉണ്ടാക്കാനുള്ള ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിരിക്കും. മീഡിയയുടെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിരിക്കും. എന്നാൽ പോലും RSSന്റെ താല്പര്യമുണ്ടായി 25 വർഷത്തേക്കുള്ള ഭരണം നിലനിൽക്കുക എന്നുള്ള താല്പര്യത്തിലേക്ക് തന്നെ അവർ പോവുകയും മോദിയെ മാറ്റി റീപ്ലേസ് ചെയ്തവരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. പക്ഷേ ഇപ്പോഴത്തെ RSS BJP തമ്മിലുള്ള ബന്ധം പഴയ കൊല്ലം അല്ലെങ്കിലും RSS BJP ഉള്ള ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായി തങ്ങൾ തീരുമാനം എടുത്തു കൊടുത്ത് BJP നടപ്പിലാക്കുന്ന രീതിയൊന്നുമല്ല. പകരം അവരെന്ത് ചെയ്യും, ആ തീരുമാനങ്ങൾ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അത് അത്ര RSSന് എന്താണ് വേണ്ടത് അതറിയാവുന്ന ആളുകളെ തലപ്പത്ത് കൊണ്ടിരുത്തും. ഒപ്പം ഓരോ വർഷവും ഗണശിക്ഷാവർഗം സംഘശിക്ഷാവർഗം കഴിഞ്ഞ RSS സംഘ പ്രവർത്തകരെ പ്രചാരകന്മാരെ BJPയിലേക്ക് 1000, 500, 1000 പേരെയൊക്കെ കയറ്റി വരും. അവർ സ്വാഭാവികമായി നാച്ചുറലായ ഗ്രോത്ത് ഉണ്ടായി BJPയിലേക്ക് വളർന്നു വരും. അത് RSS BJPയിൽ മാത്രമല്ല കേട്ടോ, മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ അത്തരത്തിൽ പ്രചാരകന്മാരെ പറിച്ചുവിടുന്നുണ്ട്. സ്വതന്ത്ര പ്രചാരകരും വരുന്നുണ്ട്. പല ആളുകൾ ഇപ്പോൾ പല നിരീക്ഷകരായും മറ്റുമൊക്കെ വരുന്ന ആളുകളൊക്കെ RSSന്റെ പ്രചാരകരായിട്ട് വരുന്നവർ തന്നെയാണ്. അപ്പം അത്തരം പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പീക്ക് ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയെ ഒരു ഡിക്ലൈൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ആ ഡിക്ലൈൻ എത്ര കാലം എടുക്കുന്നൊന്നും പറയാൻ കഴിയില്ല. എന്താ പോലും ഇന്ത്യയിൽ പുതിയ ഒരു RSSനെ ഇനി BJP ഇനി വീഴ്ത്തണമെങ്കിൽ ഇതറിയാലോ, BJP എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ ആകാശവാണി ഉള്ള അത്രയും പ്രദേശങ്ങളിൽ തന്നെ RSSന് ശാഖകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയ ഒരു നെറ്റ്വർക്കിൽ നിന്നാണ് അവർ വളർന്നു വന്നിട്ടുള്ളത്. ആ നെറ്റ്വർക്കിന്റെ ബാക്കപ്പ് പോകുന്നതോട് BJPക്ക് ഒരു നിലനിൽപ്പിന് അസ്തിത്വ പ്രതിസന്ധി അടുത്ത കാലത്തിലെങ്കിലും നേരിടും. ആ നേരിട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ RSSനും പ്രശ്നം തന്നെയാണ്. കാരണം RSSന് തങ്ങളുടെ നേരിട്ടുള്ള ഭരണത്തിലല്ലാതെ കൃത്യമായ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാനൊന്നും കഴിയില്ലല്ലോ. ഇപ്പോൾ VP സിംഗിന്റെ കാലത്താണ് RSS ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത്. കാരണം എന്താ, അവരെ ബ്രാഹ്മണസത്തെയും ബ്രാഹ്മണ മേധാവിത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പിന്നോക്ക ന്യൂനപക്ഷ കൂട്ടായ്മ രാജ്യത്ത് ഉണ്ടായി വന്നു എന്നുള്ളതാണ്. ആ ഉണ്ടായി വന്നതിനെ ചെറുക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയാണ് അദ്വാനിയെ മുന്നിൽ നിർത്തിയിട്ടുള്ള രഥയാത്രകളും ബാബരി മസ്ജിദ് ധ്വംസനമല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ RSSന്റെ ചരിത്രം ബാബരി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തോടുകൂടി അതിന്റെ പൊളിറ്റിക്സിനെതിരെയുള്ള പൊളിറ്റിക്സ് ഉയർത്തിയോടുകൂടിയാണ് ഇന്ത്യയിൽ RSS വളർന്നിട്ടുള്ളത്. കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടുള്ളതും ബാബരി മസ്ജിദിനോട് നീതി കാണിക്കാത്ത വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ ബാബരി മസ്ജിദ് ബേസ്ഡ് ആയ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്സ് ബേസ്ഡ് ആയ ഒരു പുതിയ ഉണർവ് രാജ്യത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളും ഒരു ന്യൂനപക്ഷ പിന്നോക്ക ദലിത് വിഭാഗങ്ങളുടെ എല്ലാം ഉന്നമനത്തിനുള്ള സാധ്യതകൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചലനങ്ങൾ പുതിയ പാർലമെന്റിലെ MP-മാരുടെ വൈവിധ്യത്തിൽ കാണാൻ കഴിയും. എന്തായാലും ഇന്ത്യയിൽ മോദിക്ക് ഒരു ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിക്ലൈൻ RSSന്റെ ഡിക്ലൈനിലേക്ക് പോകണമെങ്കിൽ അതിന് പറ്റിയ ഘടകങ്ങൾ പ്രതിപക്ഷവും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളും ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.